നിങ്ങൾക്ക് എല്ലാവർക്കും മിസാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്നത്തെ കുക്കിംഗ് വീഡിയോ അല്ല. ഇന്ന് നമ്മൾ നോക്കുന്നത് പുതിയ നോൺ സ്റ്റിക്ക് പാത്രവും മറ്റും ആദ്യമായിട്ട് യൂസ് ചെയ്യുന്നതിന് മുമ്പ് എങ്ങനെയാണ് ക്ലീൻ ചെയ്യേണ്ടതെന്നും, ചില പാത്രങ്ങളിൽ ഏതെങ്കിലും ഫുഡ് ഉണ്ടാക്കിക്കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് മീൻ ഇറച്ചിയൊക്കെ ഉണ്ടാക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഒരു സ്മെല്ലും ടേസ്റ്റും കംപ്ലീറ്റ് ആ പാത്രത്തിൽ നിന്ന് എത്ര കഴുകിയാലും പോവില്ല. അപ്പോൾ അതെങ്ങനെയാണ് ഒരു പരിധിവരെ നമുക്ക് കളയാമെന്നാണ് നോക്കുന്നത്. അപ്പോൾ ഇതിൽ മീനൊക്കെ ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇറച്ചിക്കറിയൊക്കെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് എത്ര കഴുകിയാലും ഇതിൻ്റെ ആ ഒരു സ്മെല്ല് ഈ പാത്രത്തിൽ നിന്നും പോവില്ല കേട്ടോ. ഇതിനകത്ത് നിങ്ങൾ വീഡിയോയിൽ കണ്ടതുപോലെ ഞാൻ കഴിഞ്ഞ ദിവസം മീൻ പൊരിച്ചതാണ്. ഇപ്പോൾ നമുക്ക് ഈ ഗോതമ്പ് മാവ് കൊണ്ട് ദോശ ചുടാനാണുള്ളത്. അപ്പോൾ ആദ്യം ചുടുന്ന ദോശയിൽ ചെറിയൊരു ആ മീനിൻ്റെ ഒരു സ്മെല്ല് ചെറുതായിട്ട് വരും. അത് നമുക്ക് ആർക്കും ഇഷ്ടാവില്ലല്ലോ. പിന്നെ പാത്രത്തിന് ഒരു ദോഷവും ചെയ്യാതെ തന്നെ വിനാഗിരിയോ സോഡാപ്പൊടിയോ ഒന്നും ആഡ് ചെയ്യാതെ തന്നെ നമുക്കിത് വളരെ എളുപ്പത്തിൽ ക്ലീൻ ചെയ്യാം. അതായത് ഈ പാത്രത്തിൽ നിന്ന് നേരത്തെ ഫുഡിൻ്റെ സ്മെല്ല് ഒരു പരിധി വരെ നമുക്ക് നീക്കം ചെയ്യാം. അപ്പോൾ ഫ്ലെയിം ഓൺ ചെയ്തിട്ട് നമ്മൾ ആ പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. ഫ്ലെയിം ഏറ്റവും കുറച്ച് വെച്ചാൽ മതി. മീൻ ഫ്രൈ ചെയ്ത് കഴിഞ്ഞ് നമ്മൾ സാധാരണ പാത്രം കഴുകുന്നത് പോലെ കഴുകിയിട്ടാണ് എടുത്ത് വെച്ചത്. വെള്ളമൊന്നും ഒഴിച്ച് ഇതിനകത്ത് ഇട്ട് തിളപ്പിച്ചൊന്നുമില്ല കേട്ടോ. ഈ പാത്രം ചെറുതായിട്ടൊന്ന് ചൂടാകുന്നത് വരെ നമുക്ക് ലോ ഫ്ലെയിമിൽ തന്നെ വയ്ക്കാം. അപ്പോൾ നമ്മൾ തൊടുമ്പം കൈ നമ്മുടെ പൊള്ളരുത്. പൊള്ളുന്നത് വരെ നമുക്ക് ചൂടാക്കണ്ട. നമുക്ക് തൊടുമ്പോഴത്തേക്കും ചെറിയ ചൂട് അനുഭവപ്പെടുമ്പോൾ ഇത് ഓഫ് ചെയ്യാം, ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1-2 ഡ്രോപ്പ് വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ ഏതെണ്ണയാലും മതി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഒരു ടിഷ്യൂ പേപ്പറോ അല്ലെങ്കിൽ ചെറിയ നൈസായിട്ടുള്ള കോട്ടൻ്റെ തുണിയോ എടുത്തിട്ട് പതുക്കെ ഒന്ന് അത് തുടച്ചെടുക്കാം. അപ്പോൾ അത് ആ ടിഷ്യൂ പേപ്പറിൽ നേരത്തെ ഫുഡിൻ്റെ ചെറിയൊരു കളറും വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പം ഒരു പരിധിവരെ നമുക്ക് ആ സ്മെല്ല്, മീനിൻ്റെ സ്മെല്ല് നമുക്ക് ഒഴിവാക്കാം. ഇനി ഈ പാത്രം കഴുകണമെന്നില്ല. കഴുകാതെ തന്നെ നമുക്ക് പച്ചക്കറിയോ അല്ലെങ്കിൽ വല്ല ദോശയോ ഒക്കെ ഉണ്ടാക്കാം. ഒരു കുഴപ്പമില്ല, മീനിൻ്റെ സ്മെല്ലൊന്നും ഉണ്ടാവില്ല. ഇതൊരു സ്റ്റോൺ വെച്ചുണ്ടാക്കിയ ഫ്രൈ പാനാണ്. ഇതുപോലെ തന്നെയാണ് മൺചട്ടിയും. മൺചട്ടിയിൽ ഇതിലും കൂടുതൽ ആ ഫുഡിൻ്റെ സ്മെല്ലും ടേസ്റ്റും ഒക്കെ ഉണ്ടാകും. ഇത് ഞാൻ അധികം കുഴിവില്ലാത്തൊരു മൺചട്ടിയാണ്. ഇതിനകത്ത് നമ്മൾ മുട്ടയപ്പമൊക്കെ ഇല്ലേ, മുട്ടപ്പത്തിരി എന്ന് പറഞ്ഞ സംഭവമൊക്കെ ഉണ്ടാക്കുന്നതാണ്. ഇടയ്ക്ക് ഇതിൽ മീനും ഫ്രൈ ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് മീൻ ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ സ്മെല്ല് ശരിക്കും ഇതിനകത്ത് ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ ചട്ടി സാധാരണ കഴുകുന്ന പോലെ കഴുകിയിട്ട് ഒന്ന് ചൂടാക്കാൻ വെക്കാം. ചൂടാക്കുമ്പോൾ തന്നെ ഇതിലുള്ള ഓയിൽ അങ്ങോട്ട് പുറത്തേക്ക് വരും. മൺചട്ടി കഴുകിയപ്പോൾ ഉള്ള വെള്ളം ഒന്ന് തുടച്ച് കളഞ്ഞിട്ടുണ്ട് കേട്ടോ. അതൊന്ന് പെട്ടെന്ന് ചൂടാകാൻ വേണ്ടിയാണ്. നമ്മളിതിനകത്ത് ഓയിലൊന്നും ഒഴിച്ചിട്ടില്ല. നേരത്തെ ആ ഉണ്ടാക്കിയ ഫുഡിൻ്റെ ഓയിലാണ് കേട്ടോ. ഇത് പെട്ടെന്ന് അബ്സോർബ് ചെയ്യും മൺചട്ടി. ഇത് കണ്ട, ഇതിപ്പോൾ ചൂടായി വരുന്നുണ്ടില്ല. അപ്പോൾ ഇതിനകത്തേക്ക് നമ്മൾ ഓയിലൊന്നും ഒഴിക്കാതെ തന്നെ ഈ വരുന്ന ഓയിലിൻ്റെ അംശങ്ങൾ നമുക്കൊന്ന് തുടച്ച് കളയാം. ഇതായിപ്പം തുടച്ചപ്പോൾ ടിഷ്യൂ പേപ്പറിൽ ആ നേരത്തെ ഉണ്ടാക്കിയ ഫുഡിൻ്റെ കളറൊക്കെ വരുന്നുണ്ട്. നല്ല സ്മെല്ലും വരുന്നുണ്ട് കേട്ടോ. എന്തോ സവാളൊക്കെ എന്തോ വഴറ്റിയതാണെന്ന് തോന്നുന്നത്. നല്ലൊരു മണവും വരുന്നുണ്ട്. എന്താ ഉണ്ടാക്കിയെന്ന് എനിക്കൊരു ഓർമ്മ കിട്ടുന്നില്ല. അപ്പോൾ ഇതുപോലെ വരുന്ന ഓയിലൊക്കെ മാക്സിമം നമുക്ക് തുടച്ചെടുക്കാം. അപ്പോൾ ഇതുപോലെ മീനൊക്കെ വെച്ചാലും ആ ചട്ടി ഇതുപോലെ ക്ലീൻ ചെയ്തിട്ട് നമുക്ക് ഇറച്ചിക്കറി ഉണ്ടാക്കാം, പച്ചക്കറിയും വേണമെങ്കിൽ ഉണ്ടാക്കാം. ഞാൻ മൺചട്ടി പൊതുവേ പച്ചക്കറി ഉണ്ടാക്കാനും മീൻകറി ഉണ്ടാക്കാനൊക്കെ സെപ്പറേറ്റ് മൺചട്ടികൾ എടുക്കുന്നത്. അപ്പം ചുടുന്ന ഈ ചട്ടിയിൽ നമ്മൾ മീനൊക്കെ ഉലർത്തേം അങ്ങനത്തെ ഉലർത്തൊക്കെ ഉണ്ടാക്കൂലേ, അത് ഇതിനകത്ത് ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ ഒന്നും കൂടി നന്നായിട്ട് ക്ലീൻ ചെയ്യാനായിട്ട് അല്പം വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് അതും ചൂടായി വരുമ്പോൾ നമുക്കതൊന്ന് തുടച്ച് മാറ്റാം. അപ്പോൾ ഈ മൺചട്ടി ഇതുപോലെ ക്ലീൻ ചെയ്യുന്നത് ഞാൻ വേറൊരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്ത മീൻ നന്നായിട്ട് നല്ല ടേസ്റ്റിൽ ഫ്രൈ ചെയ്ത ഒരു റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നേ. നല്ല മസാലയൊക്കെ ഇട്ടിട്ട് സിമ്പിൾ റെസിപ്പിയാണ്, സിമ്പിൾ വിഭവമാണ്. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായും ഒന്ന് കണ്ടു നോക്കണേ, എന്നിട്ട് ട്രൈ ചെയ്യണം കേട്ടോ. അപ്പോൾ അതാ മൺചട്ടിയും നല്ല അടിപൊളിയായിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇനി ടെഫ്ലോൺ കോട്ടിങ്ങുള്ള പുതിയ നോൺ സ്റ്റിക്ക് പാത്രം ക്ലീൻ ചെയ്യുമ്പോഴും ഇതുപോലൊക്കെ തന്നെയാണ്. അതിൻ്റെ സ്റ്റിക്കർ മാറ്റുമ്പോഴും നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കാനുണ്ട്. ഇതിന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് വേണം ഇതിൻ്റെ സ്റ്റിക്കർ എടുക്കാനായിട്ട്. അപ്പോൾ ഇത് ചൂടാക്കിയതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് അല്പം ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് തുടച്ചിട്ട് ഈ സ്റ്റിക്കർ നമുക്ക് ഇതുപോലെ ഒന്ന് വലിച്ചെടുക്കാം. അപ്പോൾ ഓയിൽ മൊത്തം തുടച്ചെടുത്തതിന് ശേഷം പാത്രം നന്നായിട്ട് ചൂടാറിയതിന് ശേഷം മാത്രം നല്ല സോഫ്റ്റ് സ്പോഞ്ചോ അല്ലെങ്കിൽ ക്ലോത്തോ വെച്ച് സോപ്പ് ലിക്വിഡ് എന്തെങ്കിലും ഒഴിച്ചിട്ട് നന്നായിട്ട് കഴുകിയെടുത്താൽ മതി. അപ്പോൾ ഈ പാത്രത്തിൽ വല്ല കെമിക്കൽ ഉണ്ടെങ്കിൽ അതെല്ലാം പോയിട്ടുണ്ടാവും. ഇനി ഇത് നമ്മൾ സാധാരണ പാത്രം കഴുകാറുള്ള പോലെ വെള്ളമൊഴിച്ച് കഴുകിയെടുക്കാം.
അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുള്ളായെങ്കിൽ തീർച്ചയായും ലൈക്ക് കൊടുത്തേക്കണം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തതിന് സപ്പോർട്ടും കൂടെ ചെയ്തേക്കണം. ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊന്ന് ഷെയറും കൂടെ ചെയ്തേക്കണേ. താങ്ക്